എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കരിവേപ്പില പൊടി ഉണ്ടാക്കാം. കരിവേപ്പിലയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. കരിവേപ്പിലയ്ക്കകത്ത് വിറ്റാമിൻ A, വിറ്റാമിൻ C, കോപ്പർ, അയൺ, മഗ്നീഷ്യം ഇതെല്ലാം ധാരാളമായിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് കരിവേപ്പില എടുത്തങ്ങ് കളഞ്ഞിട്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. എല്ലാ ദിവസവും ഒരു 5-6 കരിവേപ്പിലയെങ്കിലും ചവച്ചരച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഗുണമാണ് ശരീരത്തിന്. നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹത്തിൻ്റെ ഷുഗർ ലെവൽ കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. കണ്ണിനും ഒക്കെ വളരെ ഗുണമുള്ള ഒരു സാധനമാണ് കറിവേപ്പില. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നല്ല ഒരു പിടി കറിവേപ്പില നന്നായിട്ട് കഴുകി പൊടിയെല്ലാം കളഞ്ഞ് തുണിയിലിട്ട് വെള്ളമെല്ലാം തോർത്തിയെടുത്തത്. പിന്നീട് വേണ്ടത് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, തുമരപ്പരിപ്പ് കുറച്ച്, കുരുമുളക് പൊടി, കായപ്പൊടി, വെളുത്ത എള്ള്, ജീരകം, വറ്റൽമുളക്. വറ്റൽമുളക് ഇല്ലെങ്കിൽ ലാസ്റ്റിൽ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നീട് വേണ്ടത് ഉപ്പ്. ഇത് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ ചോറിനകത്ത് ഇട്ടിളക്കി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. അല്ലെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കും വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ച് ചമ്മന്തി പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. ഇതെല്ലാം ഇനി നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് ഉഴുന്ന്, തുമര, കടലപ്പരിപ്പ്, വറ്റൽമുളക് ഇത്രയും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ വേണം ഇത് ചെയ്യാൻ. ഇല്ലെങ്കിൽ നല്ല ക്രിസ്പ് ആവത്തുമില്ല, കരിഞ്ഞും പോകും. ഇനി ഇതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കുരുമുളക്, മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ ആ കുരുമുളക് ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പം പൊടിച്ച കുരുമുളക്, അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച കുരുമുളക് ഇട്ടേക്കുന്നത്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഉഴുന്നും കടലപ്പരിപ്പും മുളകും തുമരപ്പരിപ്പും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എള്ളും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മളിട്ട എള്ളും ജീരകവും എല്ലാം മൂത്ത് വന്നു. ഇതിന് നമുക്ക് വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കറിവേപ്പില വറുത്തെടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് തീ വളരെ ലോ ഫ്ലെയിമിലാക്കി പതുക്കെ വറുത്തെടുക്കാം. തീ കൂട്ടിയാൽ കരിഞ്ഞു പോകും, നല്ലതായിട്ട് പൊരിഞ്ഞു വരത്തില്ല. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കൈകൊണ്ട് പൊടിച്ചാൽ പൊടിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്ക് കരിവേപ്പില മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കരിവേപ്പില മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കരിവേപ്പില മൂത്ത് വന്നു. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടി ഭാഗത്തിരിക്കുന്ന കരിവേപ്പിലയെല്ലാം കരിഞ്ഞ് വല്ലാണ്ടാകും. ചൂടാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാറുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ചൂടാറി കഴിഞ്ഞിട്ട് ഒന്നിച്ചിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിവേപ്പില പൊടി തയ്യാറായി. ഇനി ഇത് ഒന്ന് ചൂടാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം തണുത്തു. കറിവേപ്പില അത് ഇങ്ങനെ പൊടിക്കുന്ന ഉടനെ പൊടിയണം. അതാണ് പാകം. കിരികിരാന്നുള്ള സൗണ്ട് കേൾക്കുന്നില്ല. ആദ്യമേ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുളകും ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ആദ്യം വറുത്ത് വെച്ചിരുന്ന എല്ലാം നമ്മളൊന്ന് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കറിവേപ്പില പൊടി തയ്യാറായി. ഇത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം. നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കറിവേപ്പില പൊടി തയ്യാറായി. ഈ കറിവേപ്പില വീട്ടിലേതായതുകൊണ്ട് ചുമ്മാതെ ഞാൻ വെള്ളത്തിൽ കഴുകി
ഉണങ്ങിയ തുണിയിലിട്ട് തോർത്തിയെടുക്കുകയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ അത് ഓരോ ഇല അടർത്തിയെടുത്ത് ഉപ്പുവെള്ളത്തിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് സ്വല്പം വിനാഗിരിയും കൂടി ഇട്ട് കുറച്ച് നേരം അരമണിക്കൂറോളം വെച്ച് ഒലച്ച് കഴുകിയെടുത്തതിന് ശേഷം വേണം കറിവേപ്പിലപ്പൊടി തയ്യാറാക്കാനായിട്ട്. കാരണം അതിനകത്ത് കെമിക്കലൊക്കെ ഉള്ളതാണല്ലോ. ഇത് വീട്ടിലേതായതുകൊണ്ട് യാതൊരു മായവും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടെടുത്തത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.